ബ്ലെസ്ഡ് ദ സെവൻത്ത് ഡേ. ഏഴാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 2:3 വാക്യമാണ്. നമ്മൾ ഇത്രയും നാളും വചനങ്ങൾ പഠിച്ച് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾക്ക് ദൈവം ഒരു ഉന്നത പദവി തരും. നമ്മൾ ഓടി നടന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ കർത്താവ് പറയും, നിൻ്റെ പ്രവൃത്തി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അത് കഴിയുമ്പം പിന്നെ അങ്ങ് അനുഗ്രഹമാണ്. നമ്മൾ ഓടി നടക്കുന്നതിനൊരു റിവാർഡുണ്ട്, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ദൈവത്തെ മാനിക്കുന്നവർക്ക് കർത്താവ് ധനവും മാനവും ബഹുമാനവും കൊടുക്കും. അത് അപ്പച്ചൻ്റെ കലവറയിൽ നിന്ന് വരും. അത് നിർബന്ധമായിട്ട് ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. അല്ല മനുഷ്യരായ മക്കൾ അത് ചെയ്യുമെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കാര്യം പറയണം. നമ്മളൊരു ഗവൺമെൻറ് ജോലി ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു 30 വർഷം ജോലി ചെയ്താൽ 20 വർഷത്തോളം നമ്മൾ അതിൻ്റെ പെൻഷൻ വാങ്ങിക്കാൻ അവകാശമുണ്ട്. ദൈവവേല ചെയ്യുന്നവർക്ക് അതിൽ കൂടുതൽ അവകാശമുണ്ട്. കാരണം നമ്മളത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കാൻ അറിയാൻ വയ്യാത്തവരായി മാറും. അതുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമാണിത്. ദൈവത്തിൻ്റെ ആത്മാവിൽ അത് കേൾക്കുക. കർത്താവ് പറയുന്നത്, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സകല ചരാചരങ്ങളെയും തികഞ്ഞു. എല്ലാവരും ഉണ്ടാക്കിയത് ദൈവമാണ്. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം, ദൈവം ഒരു കാര്യം ചെയ്ത് തീർത്തു ചെയ്യും. താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും, എല്ലാ പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിർവൃത്തനായതിനാൽ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിർവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. എന്തൊരു മനോഹരമല്ലേ! അത് ഇംഗ്ലീഷിൽ കൂടെ വായിക്കാം. ഇത്ര മനോഹര. കർത്താവ് ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം നല്ലതായിട്ടത് പൂർത്തീകരിക്കും. അത് കഴിയുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം. നമ്മളുടെ ഒരു പ്രയാസം എന്ന് വെച്ചാൽ നമ്മൾ കിടന്ന് അധ്വാനിക്കും, കഷ്ടപ്പെടും, പക്ഷെ ഒരിക്കലും നമ്മൾ സമയമെടുത്തത് സന്തോഷിക്കുന്നില്ല. ആ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിനോടൊരു വെറുപ്പ് പോലെ, അല്ലെങ്കിൽ അതിനോടൊരു സാറ്റിസ്ഫാക്ഷൻ, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ചിലരെ കണ്ടിട്ടുണ്ട്, എന്നെ നന്മ ചെയ്താൽ അവരതിനകത്തൊരു കുറവ് കാണും. നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാം, അവർ നോക്കുക നമ്മുടെ നാവിൽ ഏതെങ്കിലും സ്ലിപ്പ് വരുന്നുണ്ടോ അത് പറയാൻ. അല്ലാതെ അത്രയും പറഞ്ഞ നന്മ അവർ കേൾക്കൂല. അങ്ങനെയുള്ള ജനതയാണ് ചുറ്റുപാട് നിൽക്കുന്നത്. അതിൽ ചൂസണായിട്ട് 2-3 പേര് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയാൽ ജയമെടുക്കും. അതല്ല, ഇവരാരും ഇല്ലാത്തവർക്ക് പരിശുദ്ധാത്മാവ് എപ്പോഴും പറയും, പൊന്നു മോളെ ഞാൻ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, അല്ലെ മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മറ്റുള്ളവരുടെ അടുത്ത് കണ്ണിലോട്ട് നോക്കാതെ എൻ്റെ മുഖത്തോട്ട് നോക്കി എന്നിൽ നിന്ന് പഠിക്കുക. യേശു പറയുന്നുണ്ടല്ലോ, എന്നിൽ നിന്ന് പഠിക്കുക, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പോൾ എല്ലാ ദിവസവും അപ്പച്ചൻ്റെ അടുക്ക ചെന്ന ചെറിയ ക്രൂശ് എടുത്താൽ മതി. ഇപ്പം നമ്മൾ കർത്താവ് എല്ലാം ചെയ്തെടുത്തു എന്നുള്ള ഇംഗ്ലീഷിൽ കൂടെ ഞാൻ വായിക്കുകയാണ്. ഇംഗ്ലീഷ് ഇച്ചിരി കൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ. By the 7th day God had finished the work he had been doing. ദൈവം ചെയ്ത പ്രവൃത്തിയെല്ലാം ചെയ്തു തീർത്തു. So on the 7th day he rested from all the work. അവൻ്റെ ജോലിയിൽ നിന്നെല്ലാം അവൻ വിശ്രമിച്ചു. ഇത് നമുക്കില്ല. റെസ്റ്റും സാബത്ത് റെസ്റ്റും ഒക്കെ ഒന്നിച്ചാണ് വരുന്നത്. And God blessed the 7th day and made it holy. 7-ാമത്തെ ദിവസം ദൈവം അനുഗ്രഹിച്ച് അതിനെ വിശുദ്ധമെന്ന് പറഞ്ഞു. Because on it he rested from all the work of creating that he has done. ദൈവം ചെയ്യുന്ന സകല പ്രവൃത്തിയിൽ നിന്നും നിർവൃത്തനായി പൂർത്തീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും നമ്മളൊന്ന് ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം, എല്ലാം സഫലമായോ? പലർക്കും നെഗറ്റീവ് ടോക്ക്, പ്രത്യേകിച്ച് പ്രായം ചെന്ന് പെൻഷൻ ചെന്ന് പിടിക്കുന്നത്, പിന്നെ ദുരിതവും കഷ്ടവും വിളിച്ചു പറയുക അവരുടെ ജോലി. അല്ലാതെ ദൈവം എനിക്ക് അത് ചെയ്തു, ഞാൻ എത്രയൊക്കെ ചെയ്യാൻ സാധിച്ചു, ഇനി ഞാൻ ഇപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നൊരു കുറവാണ്. ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അത് ആത്മാവുള്ളവർക്കേ അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ. 1-ാം ദിവസം ഈ ഉൽപ്പത്തി തുടങ്ങുമ്പം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, വെള്ളം ഇരുട്ടുണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം വന്നു. അങ്ങനെ വെളിച്ചം ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി 6 ദിവസങ്ങളും കർത്താവ് ഓരോന്ന് പറഞ്ഞാണ് ദൈവം ഉണ്ടാക്കിയത്. അതല്ല കൈകൊണ്ടല്ല, കർത്താവ് പറയുന്നതിലാണ് ശക്തി. സ്പീക്ക് ദ വേർഡ്. ദൈവവചനം പറയുന്നതിൽ. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് കേൾവി കൊണ്ടാണ് ഉണ്ടാകുന്നത്, വിശ്വാസം കാഴ്ച കൊണ്ടല്ല. അതുകൊണ്ട് ദൈവത്തെ കാണുന്ന പലരിലും വിശ്വാസം ഉടനെ വരുമെന്ന് ഷുവറല്ല. കാരണം വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന
ചെവിയിൽ കൂടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. അപ്പോൾ നമ്മുടെ ജോലി എന്തുവാ? അറിയാവുന്നവർ മറ്റുള്ളവരോട് വചന അടിസ്ഥാനത്തിൽ സംസാരിക്കുക. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ ഇഷ്ടം പോലെ കാണും. ഒരാളോട് കാര്യം ചോദിച്ചാൽ ഒരു 10 അഭിപ്രായം നമുക്ക് പറയാൻ കാണും. അതല്ല ദൈവം പറയുന്നത്. വാട്ട് ഗോഡ് സേസ് അബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ, അത് കേൾക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അത് കേൾപ്പിക്കണമെങ്കിൽ വചനം എടുക്കണം. വചന അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നവും ഇല്ല. രോഗം തന്നെ നമ്മൾ നോക്കുക. രോഗത്തിനകത്ത് നമ്മൾ 1 പത്രോസ് 2:24 പറയുന്നു, അവൻ നമ്മുടെ രോഗങ്ങൾ, പാപങ്ങളെ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ അവൻ ഏറ്റെടുത്തു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, അവൻ്റെ അടിപ്പിണരുകൾ സൗഖ്യം ലഭിച്ചു. ഒരു കണക്ക് നമ്മൾ പോകത്തില്ല. ഇല്ല, കൊച്ചു പിള്ളേരെ വലിച്ചു കെട്ടി നമ്മൾ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബാപ്റ്റിസത്തിന് 1 വയസ്സുള്ള കുട്ടിയാണ്. അത് കരച്ചില. കൊച്ചുകുട്ടിയാണെങ്കിൽ കരയത്തില്ല. ഇച്ചിരിയുടെ പ്രായം മാറിയാവാം കരച്ചിലോട് കരഞ്ഞാലും ഇല്ലേലും അവരെ ക്രിയ ചെയ്യുന്നുണ്ട്. കാരണം അവർ ഉറപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ, ദൈവാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ സ്ഥിതി അല്ല ദൈവം നോക്കുന്നത്, അവൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് ഇട്ടു തരികയാണ്. ആ ആത്മാവിനെ ഇട്ടു തരാതെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കാതെ നമുക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി മാറുക. ദൈവവചനം അടിസ്ഥാനത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കിയെന്ന്. പക്ഷെ വ്യക്തമായിട്ട് പറയാം, ഓരോ ദിവസവും ഉണ്ടായി. ആദ്യ ദിവസം കർത്താവ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അത് സൂര്യനും ചന്ദ്രനും അല്ല, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവ വെളിച്ചമാണ് കടന്നു വന്നത്. ആ വെളിച്ചത്തിലാണ് പിന്നെ 1, 2, 3 ദിവസം പോകുന്നത്. ആകാശം ആകാശത്തോടും വെള്ളം വെള്ളത്തോടും ഒക്കെ വിഭജിച്ചിട്ട് പിന്നെ വൃക്ഷങ്ങളെ ഉണ്ടാക്കുന്നു, സസ്യങ്ങളെ ഉണ്ടാക്കുന്നു. വെള്ളം മാറ്റിയതിനകത്ത്, താഴെയുള്ള വെള്ളത്തിനകത്ത് മത്സ്യങ്ങളും ജീവികളും ഉണ്ടാകും, നാൽക്കാലികളുണ്ടാകുന്നു. എല്ലാ വൃക്ഷങ്ങൾക്കൊക്കെ അതത് വിത്തുള്ള വൃക്ഷങ്ങൾ, അതത് വിത്തുള്ള മൃഗങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ച് ഉണ്ടാക്കിയത് വാഗുണ്ട്. എന്നാൽ 6-ാം ദിവസമായപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇല്ല, ഇത് നമുക്ക് ഇവരിതിനെല്ലാം മാനേജ് ചെയ്യാൻ വേണമല്ലോ ആൾ. ഈ ഭൂമി മുഴുവൻ ഇരുട്ടിക്കിടക്കല്ല പിശാചിനെ വെട്ടിയിട്ടതിന്. ഇവിടെ ഒന്ന് ശുദ്ധിയാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും ഛായയിലും ദൈവമക്കളെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയതാണ് ആദവും. നമ്മൾ വഴി തെറ്റിപ്പോയി. അതിനാൽ നമുക്ക് പരദീസ നഷ്ടപ്പെട്ടു, നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു. പിന്നെ അത് വീണ്ടെടുക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. എന്നാൽ ഉൽപ്പത്തിയിൽ ഒരു ഭാഗത്ത് 2-ാം അധ്യായത്തിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. സത്യത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും വലിയ മകുടം, ദ ക്രൗൺ ഓഫ് ഹിസ് ക്രിയേഷൻ, ഹ്യൂമൻ ബീയിങ്സ്, നമ്മളാണ് അവൻ്റെ കണ്ണിൻ്റെ ഉഷ്ണമണി. നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കാണുമ്പോൾ, പല 10 മക്കൾ 100 മക്കൾ മുമ്പിൽ നിന്നാലും സ്വന്തം മക്കളെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹം. നമ്മൾ ദൈവത്തിൻ്റെ വിലപ്പെട്ട മക്കളാണ്. അവൻ നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ക്രിസ്തു ചെയ്തെന്ന് ക്രൂശയിലും വിളിച്ചു പറഞ്ഞു. അത് നമ്മൾ വാങ്ങിച്ചെടുക്കാൻ തയ്യാറാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഞാൻ എല്ലാത്തിനെയും അനുഗ്രഹിക്കാൻ വന്നതാണ്. കർത്താവ് പറയുന്നത്, ഭൂമി ആകാശവും ഭൂമി അവയിലുള്ള ചരങ്ങളൊക്കെയും ഞാൻ തികച്ചു. അതെല്ലാം അപ്പച്ചൻ്റെ വാക്കുകൊണ്ടാണ് പറഞ്ഞത്. മനുഷ്യനെ മാത്രമേ കൈകൊണ്ടുണ്ടാക്കിയുള്ളൂ, മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ. അപ്പം നമുക്ക് 3 തലമാണ്: ദേഹം, ദേഹി, ആത്മാവ്. നമ്മൾ ആത്മാവിലാണ് മരിച്ചത്, ദൈവത്തിനോട് പാപം ചെയ്തു. നമ്മുടെ ദേഹം, ദേഹി അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ദേഹിയുടെ അവയർനെസ് മാറിപ്പോയി, ബിക്കോസ് സ്പിരിറ്റ് ഈസ് ഡെഡ്. പക്ഷെ നമ്മൾ ആത്മാവിൽ ഉണർന്ന് നിൽക്കുന്ന മക്കൾക്ക് കർത്താവിൻ്റെ ആത്മാവ് പകർന്നു തരും. അവൻ്റെ മനസ്സല്ലോ നമുക്കുള്ളതെന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചെടുക്കുന്ന എളുപ്പമുള്ള കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് തരാൻ ദൈവത്തിന് നമ്മളെക്കാട്ടി കൂടുതൽ ആഗ്രഹം. അവൻ്റെ അടുക്കൽ ചെന്ന് റോമർക്കെഴുതിയ ലേഖനം 10:9 പറയുന്നത് പോലെ, വചനം നിനക്ക് സമീപസ്ഥമല്ലേ, വചനം കൊണ്ട് വാഗൊണ്ടേറ്റു, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ടേറ്റു പറഞ്ഞ്, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്തു, ഉയർത്തെഴുന്നേറ്റു, അവനിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പുതു സൃഷ്ടിയായി. അതാണ് വീണ്ടും ജനനം. വീണ്ടും ജനിക്കണം. അത് തന്നെ പറയുന്നുണ്ട്, കാറ്റ് എവിടെ നിന്ന് വരുന്നു, കാറ്റ് എങ്ങോട്ട് പോകുന്നു നിങ്ങളറിയുന്നില്ല, പക്ഷെ അത് നമ്മുടെ ദേഹത്ത് വന്ന് അടിക്കുമ്പോൾ നമ്മളറിയും. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ദ സ്പിരിറ്റ് റെലം. അപ്പം പുറമേ നോക്കുന്നത് നോക്കാതെ ആത്മീയ കണ്ണുകൊണ്ട് നോക്കി ദൈവം പൂർത്തിയാക്കിയ കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യാൻ. ഇറ്റ്സ് കോൾഡ് സാബത്ത് റെസ്റ്റ്. എൻ്റർ ഇൻ ടു ഹിസ് റെസ്റ്റ്. മേ ബി ഐ വിൽ ടോക്ക് അബൌട്ട് സാബത്ത് റെസ്റ്റ് ടുമോറോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സകല പ്രവൃത്തിയും തീർത്തു കഴിഞ്ഞിട്ട് നിവൃത്തനായി മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഫിനിഷ്ഡ്.
അവിടുന്ന് സകല പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ട് അതിൽ സന്തോഷിക്കുന്നു. അതിന് സാബത്ത് എന്ന് പറയുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതെന്ന് അപ്പച്ചൻ പറയുന്നുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തു തീർന്നിട്ട് അത് നല്ലതെന്ന് പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആരോടേലും ചോദിച്ചാൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി നല്ലതാണെന്ന് ചോദിച്ചാൽ അവരെല്ലാം ഇച്ചിരി പതുങ്ങും. കാരണം നമുക്ക് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കുറവാണ്. അല്ല, ആരെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അഹങ്കാരി എന്ന് പറയുകയും ചെയ്യും. എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ നിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവമെല്ലാം നല്ലതാ സൃഷ്ടിച്ചത് എങ്കിൽ ഞാനും ചെയ്യുന്ന എല്ലാം ദൈവത്തിലാകിയാൽ അവ നല്ലത് തന്നെ ആയിത്തീരുമെന്ന്, നല്ലത് തന്നെ എന്ന് പറയാനുള്ള കൃപ ഇട്ട് തരണം. ഒരു സാബത്ത് റെസ്റ്റ് ഉണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞില്ല, അതിനേക്ക് ഞങ്ങൾ നിന്നോട് ചോദിക്കുക അപ്പച്ച, ആ റെസ്റ്റ് ഞങ്ങൾക്ക് തരണം. ഈ ഓടി നടന്ന അലഞ്ഞു നടന്ന ജീവിതത്തിൽ നിന്നും സൃഷ്ടിച്ചത് അപ്പച്ചൻ ചെയ്തതുമായ നന്മ എൻജോയ് ചെയ്യാൻ, അതിലൊന്ന് സന്തോഷിക്കാൻ, കുഴലൂതുമ്പോൾ ഡാൻസ് ചെയ്യാൻ കർത്താവേ നീ ഞങ്ങളെ പഠിപ്പിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം. സങ്കടം മാത്രമല്ല അപ്പച്ച വിശ്വാസ ജീവിതം, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും വാതിൽ അപ്പച്ചൻ തുറന്നു വെക്കുമ്പോൾ അതിലേക്ക് കയറി വന്നിട്ട് നിൻ്റെ നന്മ അനുഭവിച്ച് മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ തലമുറകൾ അത് പഠിക്കട്ടെ അപ്പച്ച. എന്നിൽ സകല റിസോഴ്സസും ഉണ്ട്, എല്ലാത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ഞങ്ങളെ അത് പഠിപ്പിക്കുന്നതിന് നന്ദി. അപ്പച്ചൻ്റെ സാബത്ത് റെസ്റ്റിലേക്ക് കയറ്റിക്കാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.